നമസ്കാരം. ഈ പുലരിയിൽ ഞങ്ങളുള്ളത് വിഴിഞ്ഞത്താണ്. രാവിലെ തന്നെ നല്ല തിരക്കാണ് ഇവിടെ. ഇന്നലെ പോയ ബോട്ടുകളൊക്കെ ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മത്സ്യലേലം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിഴിഞ്ഞം തുറമുഖം വരുന്നതിന്റെ വലിയ പ്രതീക്ഷയിലാണ്. ഒപ്പം ചെറിയ ആശങ്കയുമുണ്ട് ഇവിടുത്തുകാർക്ക്. നമുക്ക് എന്തായാലും നേരെ ഇവരുടെ വിശേഷങ്ങൾക്ക് പോകാം. കാലാവസ്ഥ അനുസരിച്ചാണ് ഇപ്പോൾ മീൻ ഇവിടെ കിട്ടുന്നത്. ഒരു 15 കൊല്ലത്തിന് മുമ്പൊക്കെ ആണെങ്കിൽ ആലടി മാസം നല്ല മീനായിരുന്നു. ഇവിടെ അതൊന്നുമില്ല. അപ്പോൾ ഈ വിഴിഞ്ഞ മേഖലയിൽ ഹാർബർ വരുന്നതിൽ ഞങ്ങൾക്ക് നല്ലതാണ്. ഞങ്ങൾ തന്നെ സ്വാഗതം ചെയ്താണ് കൊണ്ടുവന്നത്. കാരണം ഇപ്പം വരുന്ന ഹാർബറിൽ ഞങ്ങൾക്ക് എല്ലാവരും ഭീഷണിയാണ്. വലിയൊരു ആപത്താണ് ഞങ്ങൾക്ക് ഇനി നേരിടാൻ പോകുന്നത്. വെള്ളത്തിൽ കിടക്കുന്നവരുടെ സാഹസികത പുറത്തിരിക്കുന്നവർക്ക് പറയാൻ പറ്റൂല. ഞങ്ങളുടെ ഉപജീവനമാണ് കടൽ. എനിക്ക് ജീവിക്കാൻ നിവർത്തിയില്ല. ഞാൻ 10-25 വർഷമായി ഈ തൊഴിൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ ഇതുകൊണ്ടാണ് എൻ്റെ മക്കളെ വളർത്തുന്നത്. കരയ്ക്ക് എടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ കൊഞ്ച് വരുന്നത്. ഈ വർഷം കൊഞ്ചിൻ്റെ ഒരു അംശം പോലും വന്നിട്ടില്ല. എന്തുകൊണ്ട്? ഈ ഹാർബറിൻ്റെ പണി നടക്കുന്നുണ്ട്. വരുന്ന മന്ത്രി ആയിരിക്കട്ടെ, ഇപ്പം ഇരിക്കുന്ന മന്ത്രി ആയിരിക്കട്ടെ, വാഗ്ദാനം മാത്രം നമുക്ക് സുരക്ഷിതയില്ല. അത് നടപ്പിലാക്കണം. സർക്കാർ വാഗ്ദാനങ്ങൾ പാലിച്ചാൽ ഇതുപോലെ മഹാപദ്ധതികൾ വരുമ്പോൾ ഏത് സ്ഥലത്തായിരുന്നാലും ജനങ്ങൾ സ്വീകരിക്കും. ചേട്ടാ, ഇതെന്ത് മീനാ? ഇത് വാള. ഇത് വാള. പിന്നെ മറ്റേ വന്നിട്ട് അയില. ഇതാണ് അയില. നിങ്ങൾ എപ്പോൾ പോയതാ ബോട്ടിൽ? ഞാൻ ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് ഇവിടെ തിരിച്ചത്. എങ്ങനെയാ, നല്ല കച്ചവടം ഉണ്ടാവോ? ഇന്ന് കഴിഞ്ഞ ആഴ്ച പൂരാ പോയിട്ട് ഒരു വല ഇല്ലായിരുന്നു. ഇന്നാണ് 5000 രൂപ കിട്ടും ശേഷം. ചേട്ടാ, ഇപ്പം വിഴിഞ്ഞം പോർട്ട് വരുവാണ്. അതെങ്ങനെ നിങ്ങളെ ബാധിക്കുന്ന വിചാരിക്കുന്നത്? ഞങ്ങളെ ബാധിക്കുമെന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ എങ്ങനെ കൊണ്ടുപോകുന്നു, ഏത് സ്ഥലത്തിൽ കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്കേ അറിയില്ല. ഇപ്പം പോർട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ സമരവും വലിയ കാര്യങ്ങളൊക്കെ ആയി. ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടവർക്ക് ഇതുവരെ സമരത്തിന് ചേട്ടൻ അനുകൂലമായിരുന്നു. എല്ലാ ക്രിസ്ത്യാനികളും ചേർന്നുള്ള സമരമാണ് കടലിൽ പോകുന്നവർ. പിന്നെ അതിന് വേണ്ടി ഇപ്പോൾ ഒരു സമരമൊക്കെ കഴിഞ്ഞ് ദൈവം അനുഗ്രഹിച്ച് ഒരു പ്രശ്നങ്ങളില്ലാതെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. ഇനിയും പോർട്ട് കിട്ടുന്ന ഇവിടെ ആർക്കും ഒരു എതിർപ്പില്ലെന്ന് പറയുമ്പോൾ കൊടുക്കേണ്ട കമ്പൻസേഷൻ കൊടുത്തിരുന്നാൽ ഒരു കുഴപ്പങ്ങളില്ലാതെ പോർട്ട് കെട്ടിക്കൊണ്ട് പോകും. എന്തായാലും കച്ചവടമൊക്കെ കുറവാണെന്നാണല്ലേ? വളരെ മോശം. ചേട്ടന് ഈ തുറമുഖം വരുന്നത് ഏതെങ്കിലും തരത്തിൽ ചേട്ടനെയോ ചേട്ടൻ്റെ കുടുംബത്തെയോ ചേട്ടനെ അറിയപ്പെടുന്ന ആരെങ്കിലും ഒക്കെ ബാധിച്ചിട്ടുണ്ടോ നേരിട്ട്? മത്സ്യത്തൊഴിലാളി ഞങ്ങൾ എൻ്റെ ബന്ധുക്കളെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. ബിസിനസ് മേഖലകളെയും എല്ലാം ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ഇതിൻ്റെ പോർട്ട് വരുന്നതുമായിട്ടുള്ള പ്രവർത്തനത്തിന് മേലെ ഇനി വിലയിരുത്താൻ പറ്റത്തുള്ളൂ. ഇപ്പം നിലവിൽ നമുക്ക് ഈ പോർട്ട് ഇവിടെ വന്നത് കാരണം, ചുറ്റിപ്പോകുന്നത് കാരണം എണ്ണ കൂടുതലായിട്ട് ആവശ്യം വരുന്നുണ്ട്. പിന്നെ തൊഴിൽ രഹിതരായ കട്ടമരക്കാർ, ഇവിടെ നമ്മുടെ കരയ്ക്ക് പണിക്ക് പോകുന്ന വലവിടുന്നവർ, ഇവരെല്ലാം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ചേട്ടൻ ഇപ്പോൾ പറഞ്ഞു പല ആളുകളെ ബാധിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ബാധിക്കുന്ന ആളുകൾക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകുമെന്ന് പറയുന്നുണ്ട്. അതിനോട് എങ്ങനെ യോജിക്കുന്നത്? ഇതുവരെയും നൽകുമെന്ന് പറഞ്ഞതിൽ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. ഈ തുറമുഖം വരുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുറമുഖം തുറമുഖമെന്ന് വിചാരിച്ചപ്പം ഇത്രയും ഡെവലപ്പായിട്ടുള്ള തുറമുഖമാണെന്ന് ഞങ്ങളാരും ഞങ്ങൾക്കറിയാം. മത്സ്യത്തൊഴിലാളി അങ്ങനെ ഇപ്പോഴത് പണി ചെയ്ത് വന്നപ്പോൾ കിലോമീറ്ററുകളോളം അങ്ങോട്ട് പോയപ്പോൾ നമുക്ക് ഏതായാലും ഇനിയിപ്പോൾ ഇത് നിർത്താനും പറ്റത്തില്ല. അത് ചോദിക്കാനൊരു കാരണമുണ്ട്. ഈ ഇതിനെ എതിർത്തവരൊക്കെ ഇനിയിപ്പോൾ സർക്കാർ തയ്യാറാക്കിയ പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ മുന്നോട്ട് വരുന്നുണ്ട്. ഇതിനെ എതിർത്തവർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏതായാലും സർക്കാർ ഒരു 40-50% പണി ചെയ്ത് കഴിഞ്ഞ് വലിയൊരു മാസമായ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് സീസൺ വരുമ്പോൾ തന്നെ 4 മാസത്തോളം ഇവിടെ വന്ന് ചേർന്നത് കന്യാകുമാരി മുതൽ നമ്മുടെ 5 തെങ്ങുകളുള്ള ജനങ്ങൾ ഇവിടെ വന്നാണ് തൊഴിലെടുക്കുന്നത്. ഇവരെയെല്ലാം ഇനി ഈ തൊഴിൽമേൽ ഇവർക്കെല്ലാം പ്രശ്നങ്ങൾ വരുമോ, വലിയ വലിയ കൂറ്റൻ ഷിപ്പുകൾ വരുമ്പോൾ ഇങ്ങനെ ഒരു ഇതുണ്ടാവുമെന്നുള്ള ഞങ്ങൾക്ക് ആശങ്കകൾ ഉണ്ട്. ആശങ്കകളെല്ലാം അകന്നിട്ടില്ല. എന്നാലും ഞങ്ങളെ ഇപ്പോൾ വികസനത്തിന് ഞങ്ങളുടെ ലത്തിൻ സമുദായം എവിടെയായിരുന്നാലും ശരി തന്നെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുടങ്ങിയത് മുതൽ എല്ലാ സ്ഥലങ്ങളും നമ്മൾ വിട്ടുകൊടുത്തുകൊണ്ടാണ് രാജ്യത്തിൻ്റെ വികസനത്തിന്. പക്ഷേ ഞങ്ങളുടെ ആ ജനതയെ ഞങ്ങൾ എപ്പോഴും അവർ വാഗ്ദാനത്തിൽ ഒതുക്കി. ആ ഒരു ഇതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഭയപ്പെടുന്നത്. ആ വാഗ്ദാനത്തിൽ ഒതുക്കരുത്. ബാധിക്കപ്പെട്ട എല്ലാവർക്കും കറക്റ്റായിട്ടുള്ള ആ മേഖലയിലുള്ളവർക്ക് എല്ലാ കാര്യങ്ങൾക്കും എല്ലാത്തിനും സർക്കാർ വാഗ്ദാനം കൊടുക്കുന്നവരെ പാലിക്കണം. മത്സ്യത്തൊഴിലാളികളുടെ നഷ്ടപരിഹാരത്തിനുള്ള ഇത് കറക്റ്റായിട്ട് ചെയ്തിരിക്കണം. ഇവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ വീടുകൾ, ഭവനരഹിതരായിട്ടുള്ള 1400 വീട്
കൊടുക്കാവുന്ന ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്നപ്പോഴേ ഉള്ള വാഗ്ദാനങ്ങൾ പാലിക്കുക. സർക്കാർ വാഗ്ദാനങ്ങൾ പാലിച്ചാൽ ഇതുപോലെ മഹാപദ്ധതികൾ വരുമ്പോൾ ഏത് സ്ഥലത്തായിരുന്നാലും ജനങ്ങൾ സ്വീകരിക്കും. പരിപാടികൾ വരുന്നതിന് മുമ്പിൽ പറയും ഞങ്ങൾ ഇത് ചെയ്യാം അത് ചെയ്യാമെന്ന് പറയും. എന്നിട്ട് ചോദിക്കും നിങ്ങൾ അന്ന് ജിയോ ആക്കി മേടിച്ചോ, എഗ്രിമെൻ്റ് വെച്ചോ. സർക്കാർ ആർക്കാണ് എഗ്രിമെൻ്റ് വെച്ച് തരുന്നത്? പദ്ധതി വരുമ്പോൾ ജനങ്ങളിൽ ഇങ്ങനെ പറയുന്നു, അത് ജനങ്ങൾ കേൾക്കുന്നു. എന്നാലും ഞങ്ങളിപ്പോൾ സർക്കാരിനെ വിശ്വസിച്ചിട്ടുണ്ട്. ഞങ്ങളതുകൊണ്ട് ഇതുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. വീണ്ടും ഞങ്ങൾക്ക് എന്തെങ്കിലും അതിലെന്തെങ്കിലും പാഴ്ച വന്നാൽ തീർച്ചയായിട്ടും ആൾക്കാർ മത്സ്യത്തൊഴിലാളികളാണ്. അവരെല്ലാവരും അവരുടെ ഉപജീവന മാർഗം കടലാണ്. അല്ല കരയ്ക്കിരിക്കുന്നവർ പറയുന്നത് പോലെയല്ല. അവർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി ഞങ്ങൾ എവിടെ വിട്ടാലും ഒഴുക്കിനനുസരിച്ചാണ് ഞങ്ങളുടെ ഏറ്റനങ്ങൾ ഒഴുകിപ്പോകുന്നത്. അതിന് എന്ത് പറഞ്ഞാൽ അത് വെള്ളത്തിൽ കിടക്കുന്നവരുടെ സാഹസികത പുറത്തിരിക്കുന്നവർക്ക് പറയാൻ പറ്റില്ല. ഞങ്ങളുടെ ഉപജീവനമാണ് കടൽ. കടലിൽ നിന്ന് കിട്ടുന്നതാണ് ഞങ്ങളുടെ ഉപജീവനം. അത് സർക്കാർ മുഖവരിക്ക് എടുക്കണം. തീരദേശം മത്സ്യത്തൊഴിലാളികളുടെ മേഖലയാണ്. തീരദേശത്തിൽ അനേകം 5 അങ്ക് തൊട്ട് നമ്മളെ കന്യാകുമാരി തമിഴ്നാട് വരെ വിഴിഞ്ഞ മേഖലയിലാണ്, ഹാർബറിലാണ് ഫിഷിംഗ് നടത്തുന്നത്, മീൻ പിടിച്ച് സുരക്ഷിതമായിട്ട് വരുന്നത്. അപ്പോൾ ഈ വിഴിഞ്ഞ മേഖലയിൽ ഹാർബർ വരുന്നതിൽ ഞങ്ങൾക്ക് നല്ലതാണ്. ഞങ്ങൾ തന്നെ സ്വാഗതം ചെയ്താണ് കൊണ്ടുവന്നത്. ஆனால் ഇപ്പം വരുന്ന ഹാർബറിൽ ഞങ്ങൾക്ക് എല്ലാവരും ഭീഷണിയാണ്. വലിയൊരു ആപത്താണ് ഞങ്ങൾക്ക് ഇനി നേരിടാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഊക്കം കപ്പലുകൾ ഈ മേഖലയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഉൾക്കടലിൽ ഓടിക്കൊണ്ടിരിക്കും. ആ മേഖലയിലാണ് ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുന്നത്. ഈ മീൻ പിടിക്കുന്ന ഭാഗത്ത് ഞങ്ങൾക്ക് എന്നും അപകടമാണ്. രേഖാമൂലം എഴുതി കൊടുത്ത് അത് റിപ്പോർട്ട് ഏത് മന്ത്രിയായിരിക്കട്ടെ, വരുന്ന മന്ത്രിയായിരിക്കട്ടെ, ഇപ്പം ഇരിക്കുന്ന മന്ത്രിയായിരിക്കട്ടെ, വാഗ്ദാനം മാത്രം നമുക്ക് സുരക്ഷിതയില്ല. അത് നടപ്പിലാക്കണം. ഞങ്ങൾക്ക് പല വാഗ്ദാനം തന്നാണ് ഞങ്ങളെ ഇങ്ങനെ ആക്കിയത്. എന്നാൽ ഹാർബർ വരുന്നത് എല്ലാവരും നല്ലതെന്ന് പറയുന്നു. ஆனால் മത്സ്യത്തൊഴിലാളിക്ക് എന്താണ് ആപത്ത് വരുന്നത് ആരും പറയുന്നില്ല. കാലാവസ്ഥ അനുസരിച്ചാണ് ഇപ്പോൾ മീൻ ഇവിടെ കിട്ടുന്നത്. അല്ലാതെ വേറെ ആലടി മാസം എന്ന് പറയുമ്പോൾ ഒരു 15 കൊല്ലത്തിന് മുമ്പൊക്കെ ആണെങ്കിൽ ആലടി മാസം നല്ല മീനായിരുന്നു. ഇവിടെ അതൊന്നുമില്ല. ഇപ്പൊ കച്ചവടം കുറവാണ്. കച്ചവടം വള്ളക്കാർക്ക് മീനില്ല. അവർക്ക് 10,000-8,000 രൂപ ചിലവാക്കി പോകുമ്പോൾ അവർ കിട്ടുന്നത് ചിലപ്പോൾ കിട്ടിയതും വരും, ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. ഓക്കെ. എവിടെ എന്നും കച്ചവടത്തിന് പോകാറ്? പുളുങ്കുടി.